നിലമ്പൂരിൽ വൈദ്യുതിക്കെണിയിൽ നിന്നും ഷോക്കേറ്റ് മരിച്ച അനന്തുവിന് നാടിൻ്റെ അന്ത്യാഞ്ജലി. സംസ്കാരം വഴിക്കടവ് പൊതുശ്മശാനത്തിൽ പൂർത്തിയായി. അനന്തുവിൻ്റെ മരണകാരണം വൈദ്യുതാഘാതമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. വയറിൻ്റെ ഭാഗത്തേറ്റ പൊള്ളൽ, 3 മുറിവുകളുമുണ്ട്. അതേസമയം മുഖ്യപ്രതി കോൺഗ്രസ് പ്രവർത്തകനായ പ്രതി വിനീഷിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കേസ് ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുക. മലപ്പുറം ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. സമഗ്ര വിവരങ്ങളുമായി സച്ചിൻ വള്ളിക്കാട് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സച്ചിൻ, എന്തൊക്കെയാണ് ഈ സംസ്കാരം, ഒപ്പം അന്വേഷണത്തിൻ്റെ ഏറ്റവും പുതിയ പുരോഗതികൾ? അജിംഷാദ്, ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് നാടിനെ നടുക്കിയ സംഭവം നിലമ്പൂർ വഴിക്കടവിലുണ്ടായത്. പന്നിക്ക് വെച്ച കെണിയിൽപ്പെട്ട് 15 വയസ്സുകാരൻ അനന്തുവാണ് കൊല്ലപ്പെട്ടത്. അനന്തുവിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് രാവിലെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വെച്ച് പൂർത്തീകരിച്ചു. തുടർന്ന് മൃതദേഹം പൊതുദർശനത്തിനായി അനന്തു പഠിച്ചിരുന്ന സ്കൂളിലും അതിനുശേഷം അനന്തുവിൻ്റെ വീട്ടിലേക്കും മൃതദേഹം എത്തിച്ചു. പൊതുദർശനത്തിൽ നിരവധി പേരാണ് അനന്തുവിനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടി എത്തിയിട്ടുള്ളത്. വലിയ രീതിയിൽ അനന്തുവിൻ്റെ സഹപാഠികൾ, അതുപോലെ തന്നെ നാട്ടുകാർ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ അടക്കം എത്തിയപ്പോൾ വലിയൊരു സങ്കടക്കടലായി അനന്തുവിൻ്റെ വീടും അനന്തു പഠിച്ചിരുന്ന സ്കൂളും മാറി. മുഖ്യപ്രതി വിനേഷിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി, മലപ്പുറം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. നിലവിൽ പ്രതിയെ മഞ്ചേരി സബ് ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, അതുപോലെ തന്നെ മറ്റു വകുപ്പുകളും ചേർത്ത് കൊണ്ടാണ് പ്രതിക്കെതിരെ കേസെടുത്തിരുന്നത്. കാരണം വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ സർക്കാരിനെതിരെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു. ഇന്നലെ വൈകിട്ടോടുകൂടി വലിയ പ്രതിഷേധം നിലമ്പൂരിൽ UDFിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സർക്കാരിനെതിരെയായിരുന്നു പ്രതിഷേധം. എന്നാൽ ആ ആരോപണങ്ങളൊക്കെ പൊളിയുന്ന ഒരു സ്ഥിതിയാണ് ഇന്ന് രാവിലത്തോടെ പുറത്തു വന്നത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യപ്രതി കോൺഗ്രസ് പ്രവർത്തകനായ വിനേഷാണ്. വിനേഷിനെ ഇത്തരത്തിൽ പന്നികളെ കെണിവെച്ച് പിടിച്ച് അതിൻ്റെ മാംസങ്ങൾ വിൽക്കുന്ന ജോലിയാണ് ഉണ്ടായിരുന്നത്. അതിനാൽ തന്നെ ഇത്തരത്തിൽ അനധികൃതമായി വൈദ്യുതി മോഷ്ടിച്ചുകൊണ്ട് പന്നികളെ പിടിക്കാൻ വേണ്ടി കെണിവെക്കുന്ന രീതിയാണ് വിനീഷ് കാലാകാലങ്ങളായി ചെയ്തുകൊണ്ടിരുന്നത്. 9ാം വാർഡ്, അതായത് അനന്തുവിൻ്റെ വീട് നിൽക്കുന്ന 9ാം വാർഡ് UDFിൻ്റെ വഴിക്കടവ് പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റിൻ്റെ വാർഡാണ്. ഇത്തരത്തിൽ പന്നികളെ കെണിവെക്കാൻ UDFിൻ്റെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒത്താശ ചെയ്യുന്നു എന്നൊരു ആരോപണവും ഇടതുപക്ഷ നേതാക്കളും അതേപോലെ തന്നെ നാട്ടുകാരും ഉന്നയിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ വലിയ രീതിയിൽ സമഗ്രമായ അന്വേഷണം LDFും അതുപോലെ തന്നെ CPIഎമ്മും ആവശ്യപ്പെട്ടിരുന്നു. കാരണം ഇതിൽ ചില ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യം സംശയിക്കുന്നതായി CPIഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാസ്റ്റർ തന്നെ മാധ്യമങ്ങളോട് പങ്കുവച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നിലവിൽ കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട്. ഈ മുഖ്യപ്രതിയായ കോൺഗ്രസ് പ്രവർത്തകൻ വിനേഷിൻ്റെ കോൾ രേഖകൾ പരിശോധിക്കണം. അതുപോലെ തന്നെ വിനേഷിന് സഹായങ്ങൾ ചെയ്തിട്ടുണ്ടോ, വിനേഷ് ഒളിവിൽ പോകാൻ വേണ്ടി ശ്രമം നടത്തിയിരുന്നു. അത്തരത്തിൽ കൃത്യമായ രീതിയിൽ പഴുതടച്ച അന്വേഷണത്തിനൊടുവിലാണ് വിനേഷിനെ പോലീസ് വലയിലാക്കിയത്. നിലവിൽ വിനേഷുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിനേഷ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മറ്റാർക്കും ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ തന്നെ സമഗ്രമായ അന്വേഷണം വേണമെന്ന് തന്നെയാണ് LDF ആവശ്യപ്പെട്ടത്. അതിൻ്റെ ഭാഗമായിട്ട് ക്രൈംബ്രാഞ്ചിന് കേസും കൈമാറിയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ചാണ് ഇനി കേസ് അന്വേഷിക്കുക. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിനെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കാനാണ് തുടക്കം മുതൽ UDF ശ്രമിച്ചിരുന്നത്. എന്നാൽ അതൊക്കെ മണിക്കൂറുകൾക്കകം തന്നെ പൊളിഞ്ഞു വീഴുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. വലിയ രീതിയിലുള്ള ഒരു ദുഃഖത്തിലാഴ്ത്തിയ സംഭവമായി നിലമ്പൂരിലെ അനന്തുവിൻ്റെ മരണം ഈ നാടിനെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തിയിട്ടുണ്ട്. അജിംഷാദ്.